അയ്യോ, ഇത് പഴയ പാൽക്കാരി അംബികയല്ലേ? അവരിപ്പോ പാൽക്കാരി അംബികയൊന്നുമല്ല, എക്സ് മിനിസ്റ്റർ അംബിക. മാഡം വരൂ. തീരെ കിട്ടിയ അവകാശം പോലെ ഇവന്റെയൊക്കെ ഓരോ പ്രവൃത്തിയും. ജയിച്ച് മന്ത്രിയായതും വെറുതെ ആരെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് മന്ത്രിയാവൂ? അപ്പൊ കക്കണം, കട്ടുവാരി മുടിപ്പിക്കണം. ഇവനൊക്കെ ഇനിയും മന്ത്രിയായ വഴി തടഞ്ഞു നിർത്തി കരിയോലൊഴിക്കണം. കള്ളു കുടിച്ചതിനേക്കാൾ ലഹരിയാ ഇവനൊക്കെ ഈ മന്ത്രി കസേര. കട്ട് മുടിപ്പിച്ചില്ലേ, ഇനിയെങ്കിലും ഇവർക്കൊന്ന് മാറിയെന്നൂടെ? ഇത്രയും വർഷം ഭരിച്ച് നാട് മതിയാക്കിക്കൂടെ? ഇതേതാണ്ട് അച്ഛനെ മനഃപൂർവ്വം കാണിക്കുന്നത് പോലെ. വഴക്കുണ്ടാക്കാതെ. സർ, ആ യൂട്യൂബർ ഒരു ഫ്രോഡാണ് സർ. കാശ് കൊടുത്താ അവൻ ആരെ കുറിച്ച് എന്ത് വേണേലും വിളിച്ചു പറയും. ഇതാരോ കാശ് കൊടുത്ത് മനഃപൂർവ്വം പറയിപ്പിച്ചതുപോലെ ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ഞാൻ എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതെന്റെ ജീവിത ലക്ഷ്യമായിരുന്നു. ഇനി അതിന് മന്ത്രിയാണെന്നില്ലല്ലോ. നിർത്തിക്കേ. സാർ എങ്ങോട്ട്? എയർപോർട്ടിലേക്ക്. ഡൽഹിക്ക് പറക്കാനായിരിക്കും. ഇലക്ഷന് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചതല്ലേ? ഇനി മുഖ്യമന്ത്രി കസേരയായിരിക്കും ലക്ഷ്യം. സാറിന് നാണമില്ലെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളും ഇതേ പാർട്ടിക്കാർ തന്നെയാ. ഒബ്ജക്ഷൻ ഉണ്ട് ഞങ്ങൾക്കൊക്കെ. ഒരാൾ തന്നെ ഇങ്ങനെ കുടുംബ വാഴ്ച പോലെ 30 കൊല്ലത്തിലേറെയായി മന്ത്രി. ജയിച്ചു വന്ന ചെറുപ്പക്കാരായ MLA-മാരില്ലേ ഇവിടെ? നിങ്ങളേക്ക് ഇങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന വോട്ടർമാരിൽ പെട്ടവരാ ഞങ്ങളൊക്കെ. ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പറയണം. ഇത് ഞങ്ങളുടെ പ്രതിഷേധമാണ്. വേണ്ട, ഞാനൊരു പൊതുപ്രവർത്തന ജനപ്രതിനിധിയാ. അവരുടെ അഭിപ്രായം അവര് പറഞ്ഞു, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. ഇതേ ഈ പാർട്ടിയിലെ യുവജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇത്രയും അലിഗേഷൻസ് കേട്ട ഒരാള് ഇനി മന്ത്രി ആവണ്ട. അച്ഛാ, ആ ഷർട്ടൊന്ന് മാറ്റി, ഞാൻ വേറെ ഷർട്ട് തരാം. വേണ്ട മോളെ, ഇത് കറയെ തന്നെ കിടന്നോട്ടെ. അല്ല സർ, ചില കറകളെ കഴിയാലും പോവില്ല. അവരാരാണെന്നൊന്നും അന്വേഷിക്കായിരുന്നല്ലോ. കാറിന്റെ ഡിക്കിന്ന് പെട്ടിയെടുത്ത ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കായി യാത്ര. ഈ പരിപാടിയുടെ ഡയറക്ടർ നിങ്ങളായിരുന്നല്ലേ? ഇതാര്? ചിന്താവിഷ്ടയായി അമ്മിണിയോ? അതെ, നിങ്ങളിപ്പോ ആരെ തട്ടുന്ന കാര്യമോർത്താണ് ചിന്താവിഷ്ടയായിരിക്കുന്നത്. മറ്റൊന്നുമല്ല വേണുവാശാനെ, ഇനിയുള്ള സമയത്ത് എല്ലാ രാജ്യങ്ങളിലും ഒന്ന് ചുറ്റിക്കറങ്ങണം, അങ്ങനെ ഒരാഗ്രഹമുണ്ട്. അമേരിക്ക പോണ കാര്യം ഞാനൊന്ന് ആലോചിക്കുകയാണ്. നല്ല കാര്യ. ഇപ്പൊ പോവാൻ പറ്റിയ സമയ. ചെല്. എന്റെ ദൈവമേ, ഗൾഫിലെ തള്ളുകേട്ട് ഞാൻ മടുത്തു. ഇനി ഒരു അമേരിക്കയിൽ പോയി വന്നാലുള്ള അവസ്ഥ. എന്താ
നിന്റെ അമ്മായിയമ്മ അമേരിക്കയിൽ പോണൂന്ന്. എവിടെയെങ്കിലും പോയി ഒടുങ്ങട്ടെ, പിന്നെ ഇങ്ങോട്ട് വരാതിരുന്നാ മാത്രം മതി. നീ പ്രാർത്ഥിച്ചോടി. നിങ്ങൾ വീട് പണിയുന്ന സ്ഥലം ഇപ്പോഴും എന്റെ പേരിലാണ്, അതോർത്തോണം. ദേ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലുണ്ടായതാ, ഒരു കറിക്കുണ്ട്. ദേ, അത് ഋതികയിൽ രാജുവാണെന്ന് തോന്നുന്നു. അയ്യോ, ഇത് പഴയ പാൽക്കാരി അംബികയല്ലേ? അവരിപ്പോ പാൽക്കാരി അമ്പിയൊന്നുമല്ല, എക്സ് മിനിസ്റ്റർ അമ്പിക. മാഡം വരൂ. ഇതെന്താ എല്ലാവരും കാഴ്ച ബംഗ്ലാവിലേക്ക് പുതിയ മൃഗം വന്നതുപോലെ നോക്കി നിൽക്കുന്നേ? ഞാനേ ഇവിടേക്ക് തന്നെ വന്നതാ. ഇനി ഞാൻ കുറേ ദിവസം നിങ്ങളോടൊപ്പാ. അച്ഛാ, അംബിക മാഡം പറയുന്ന സത്യ. മാഡം ഇനി കുറച്ചു ദിവസം നമ്മളോടൊപ്പാ താമസം, നമ്മുടെ ഗസ്റ്റായിട്ട്. അയ്യോ, ഗസ്റ്റായിട്ടൊന്നും കൂട്ടണ്ട. ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കരുതിയാ മതി. ദേ അവിടെ കൊണ്ട് രമമന്തി, അതാണ് കറക്റ്റ്. ദേ ഇത് പിടിച്ചേ മാഡം. ദേ ഇങ്ങോട്ടിരിക്കേ. അതെ, നമ്മളൊക്കെ തമ്മില് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാരും അങ്ങ് മറന്നേക്ക്. നീ എന്തിനാണ് ഇങ്ങനെ പകച്ചു നിൽക്കണേ? മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കടി. കുടിക്കാൻ സംഭാരം എടുക്കട്ടെ മാഡം? സന്തോഷം, അത് മതി. ഇപ്പൊ ചൂടല്ലേ? ഇങ്ങതാ. അല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത മനുഷ്യരുണ്ടോ? ദൈവങ്ങൾ തന്നെ തമ്മി വഴക്കുണ്ടാക്കുന്നു, പിന്നെയാണ് മനുഷ്യര്. അല്ലേ അംബികെ? അതേ മുണ്ടക്കലമ്മേ. അല്ല, മുണ്ടക്കലമ്മ ഇവിടെ ഉള്ളതേ എനിക്ക് വലിയ സന്തോഷം കേട്ടോ. സമയം പോകുന്ന അറിയില്ലല്ലോ. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം തള്ളിത്തിരി കൂടുതലാ. അല്ല പ്രിയേ, എന്റെ പഴയ പി ഇല്ലേ ഇവിടെ, ജയൻ? ഇവിടെ ഇല്ല മാഡം. ആ, ഇലക്ഷൻ 8 നിലയിൽ പൊട്ടിയതോടെ അനന്തം പിള്ള അകത്തായി. അനന്തം പിള്ളയുടെ പുറകെ നടന്ന കുറെ അലവലാദികൾ ഒളിവിലുമായി.